കൊല്ലത്ത് നടന്ന 6ാമത് സംസ്ഥാനതല കുടുംബശ്രീ ബഡ്സ് കലോത്സവം തില്ലാന 2025 സമാപിച്ചു. മന്ത്രി MB രാജേഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. രണ്ടു ദിവസമായി നടന്ന കലോത്സവത്തിൽ വയനാട് ഓവറോൾ ചാമ്പ്യന്മാരായി. ആരോടും പരാതിയും പരിഭവങ്ങളുമില്ലാതെ പരിമിതികൾ മറന്ന് ഓരോ മത്സരാർത്ഥികളും വേദിയിൽ നിറഞ്ഞാടിയപ്പോൾ കാണികൾക്ക് അത് വേറിട്ട അനുഭവമായി. മത്സരങ്ങൾക്ക് ശേഷം കൈയടിച്ചും നേരിട്ടെത്തി അഭിനന്ദിച്ചും ഓരോ മത്സരാർത്ഥികളെയും കാണികൾ പ്രോത്സാഹിപ്പിച്ചു. ശ്രീനാരായണ സമുച്ചയത്തിൽ 5 വേദികളിലായി 22 ഇനങ്ങളിൽ 500ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. മന്ത്രി MB രാജേഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്തുവാൻ ഈ കലോത്സവത്തിന് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുടുംബശ്രീയുടെ സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവം തില്ലാന 2025 വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. (2017) മുതലാണ് ഈ കലോത്സവം കുടുംബശ്രീ സംഘടിപ്പിച്ചു തുടങ്ങിയത്. നേരത്തെ ബഹുമാനനായ MLA ശ്രീ മുകേഷ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഇന്നും കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള കലോത്സവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന്. 2017 മുതൽ ആരംഭിച്ച ഈ കലോത്സവം ഇന്ന് കുടുംബശ്രീയുടെ ഏറ്റവും ശ്രദ്ധേയമായ വാർഷിക പരിപാടികളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. 450ഓളം കലാകാരന്മാരും കലാകാരികളുമാണ് സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ യുവജനോത്സവം പോലെയൊക്കെയുള്ള ഒരു പ്രാധാന്യത്തിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാതല മത്സരങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവിടെ എത്തുന്നത്. കുടുംബശ്രീ വളരെ മാതൃകാപരമായ നിലയിൽ, കുറ്റമറ്റ നിലയിൽ ഈ കലോത്സവം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബശ്രീയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ കലോത്സവം സംഘടിപ്പിക്കുന്നതിന് കുടുംബശ്രീയെ പ്രേരിപ്പിച്ച, ഗവൺമെന്റിനെയും പ്രേരിപ്പിച്ച ഒരു കാര്യമുണ്ട്. അത് നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ വേറൊരു സന്ദർഭത്തിലാണെങ്കിലും ബഹുമാനപ്പെട്ട MLA പറഞ്ഞു കലയുടെ ശക്തിയെക്കുറിച്ച്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പലതരത്തിലുള്ള കഴിവുകളുള്ളവരാണ് എന്നത് സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. കായികമായ കഴിവുകളുള്ളവരുണ്ട്, കലാപരമായ കഴിവുകളുണ്ട്, സർഗാത്മകതയുള്ളവരാണ്. മറ്റുള്ളവരെ പോലെ തന്നെ, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും മറ്റുള്ളവരെക്കാൾ കൂടുതൽ സർഗാത്മകതയുള്ളവരാണ് എന്നത് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ളൊരു കലോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ബഡ്സ് സ്കൂളിലെയും ബഡ്സ് പുനരധിവാസ കേന്ദ്രത്തിലെ കുട്ടികളുമാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്.